ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ 2026 ജനുവരി മാസത്തെ 70ഓളം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. നമുക്കിനി അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന താരമാരാണ്? വിഷ്ണു വിനോദ്. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ മന്ത്രി ആരാണ്? VK ഇബ്രാഹിം കുഞ്ഞ്. 2026 ജനുവരിയിൽ അന്തരിച്ച ഹംഗേറിയൻ സംവിധായകൻ ആരാണ്? ബേല താർ. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന വ്യക്തി ആരാണ്? സുരേഷ് കൽമാടി. 2026 ജനുവരിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് ആരാണ്? നാഗേഷ് കപൂർ. 2026 നിത്യകലാനിധി പുരസ്കാരത്തിന് അർഹനായത്? ഊർമിള സത്യനാരായൺ. 2026 ഹരിവരാസന പുരസ്കാരം അർഹനായത്? തിരുവിഴ ജയശങ്കർ. 2026 അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ വെയർ ദി ഫോറസ്റ്റ് മീറ്റ്സ് ദി സീ എന്ന ഫിലിം വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യൻ ചലച്ചിത്രം ഏതാണ്? ബ്രഹ്മയുഗം. കർണാടകയിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന വ്യക്തി ആരാണ്? സിദ്ധരാമയ്യ. അടുത്തിടെ ഇന്ത്യ EB4 വിസ നൽകിയ രാജ്യം? ചൈന. അടുത്തിടെ 570 മെഗാവാട്ട് വാങ്ചു ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഭൂട്ടാൻ. 72ാമത് ദേശീയ വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെ? വാരണാസി. 2026 ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ? മാധവ് ഗാഡ്ഗിൽ. ദേശീയ ഫിഷറീസ് വികസന ബോർഡിൻ്റെ റീജിയണൽ സെൻറ്റർ നിലവിൽ വരുന്നത് തിരുവനന്തപുരം. ആധാറിൻ്റെ ഭാഗ്യചിഹ്നം? ഉദയ്. അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച അശ്വഗന്ധ ഇനം? നാഗൗരി അശ്വഗന്ധ. ലോകത്തിലെ രണ്ടാമത്തെ എൻവയോൺമെൻറ്റൽ സ്റ്റാൻഡേർഡ് ലബോറട്ടറി സ്ഥാപിതമായത് ന്യൂഡൽഹി. റോഡ് നിർമ്മാണത്തിനായി ബയോ ബിറ്റുമിൻ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം? ഇന്ത്യ. കലായ് സെക്കൻഡ് ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് അരുണാചൽ പ്രദേശ്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി പുറത്തുവിട്ട 2025 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകൾ മരണപ്പെടുന്ന സംസ്ഥാനം? മധ്യപ്രദേശ്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥ്യം വഹിച്ച രാജ്യം? ഫ്രാൻസ്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിലെ പുതിയ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബഹ്റൈൻ, കൊളംബിയ, ലാത്വിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ലൈബീരിയ. വിദൂര പ്രദേശങ്ങളിലും സമുദ്രതീരങ്ങളിലും സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി DRDO വികസിപ്പിച്ചെടുത്ത ന്യൂനത സംവിധാനമാണ്? 1,00,000-ലധികം ട്രെയിൻഡ് ഡ്രോൺ ഓപ്പറേറ്റർമാരെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ആർമി രൂപീകരിച്ച മോഡേൺ വാർഫെയർ ഫോഴ്സ് ഏതാണ്? ഭൈരവ്. ജനുവരിയിൽ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ചെയർമാനായി നിയമിതനായത്? AK ബാലസുബ്രഹ്മണ്യൻ. 16ാമത് ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ വേദി? തൃശ്ശൂർ. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ലാ കോടതിയാണ് കൽപ്പറ്റ കോടതി. പേയ്മെൻറ്റ്സ് റെഗുലേറ്ററി ബോർഡിൻ്റെ ആദ്യ യോഗത്തിൻ്റെ വേദി? മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ നൈറ്റ് സഫാരി ആരംഭിക്കുന്നത്? ലക്നൗ. അടുത്തിടെ AXLR വിമാനം സർവീസിലേക്ക് ഉൾപ്പെടുത്തിയ എയർലൈൻ? ഇൻഡിഗോ. രാജ്യത്തെ സ്ത്രീ ശിശു വികസനത്തിനായുള്ള സംരംഭങ്ങളിൽ ഏകോപനം, സുതാര്യത, ഘടനാപരമായ പങ്കാളിത്തം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി പുറത്തിറക്കിയ സംയോജിത ഡിജിറ്റൽ പോർട്ടൽ? പാൻഖുടി. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ കാർബൺ ഡൈ ഓക്സൈഡിനെ മെഥനോൾ ഇന്ധനമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു ഫോട്ടോ കാറ്റലിക് മെറ്റീരിയൽ അവതരിപ്പിച്ചത്? IIT ഗുവാഹത്തി. അടുത്തിടെ അരുണാചൽ പ്രദേശിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തവളകൾ? ലെപ്റ്റോബ്രാച്ചിയം സൊമാനി, ലെപ്റ്റോബ്രാച്ചിയ മെച്ചൂക. ഓരോ 16 മിനിറ്റിനും കോസ്മിക് ഡസ്റ്റ് അഥവാ പ്രപഞ്ചധൂളി ഭൂമിയിൽ പതിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ച ബഹിരാകാശ ഏജൻസി? ISRO. PSLV 62 EOS N1 വിക്ഷേപണം നടത്തിയത് ഏത് ബഹിരാകാശ ഏജൻസിയാണ്? ISRO. 2025 ചാമ്പ്യൻസ് ബോർഡ് ലീഗ് ജേതാക്കൾ? വിയപുരം ചുണ്ടൻ. കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം? കേരളം. കേരളത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത്? ബ്രഹ്മപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ഹാപ്പി ഡിസ്ട്രിക്റ്റ്? KE പന്നൂർ. പശ്ചിമഘട്ടത്തിലെ ചോലവനങ്ങളിൽ കാണപ്പെടുന്ന ഗാലക്സി ഫ്രോഗ് എന്ന അപൂർവ ഇനം തവളകൾ സമീപകാലത്ത് ഏത് കാരണത്താൽ
ഭീഷണി നേരിടുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഫോട്ടോ ടൂറിസം. സ്ലീപ്പ് FM വികസിപ്പിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയാണ്? സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. അടുത്തിടെ സ്വാഭിമാൻ പർവ് ആഘോഷിക്കുന്ന ഗുജറാത്തിലെ ക്ഷേത്രം സോമനാഥ ക്ഷേത്രം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരിൽ 2ാം സ്ഥാനമുള്ളത് വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 650 സ്കോറുകൾ നേടിയ ആദ്യ താരം രോഹിത് ശർമ്മ. ജൈന ആചാര്യ വിജയരത്നയുടെ 500ാമത് പുസ്തകത്തെ പ്രശംസിച്ചത് ആരാണ്? നരേന്ദ്ര മോദി. പോക്സോ നിയമത്തിൻ്റെ ദുരുപയോഗം തടയുന്നതിനായി റോമിയോ ജൂലിയറ്റ് വകുപ്പ് നിർദ്ദേശിച്ചത് ഏത് സ്ഥാപനമാണ്? സുപ്രീം കോടതി. പ്രവാസി വോട്ടർ പരിശോധനയ്ക്കായി കേരളം ആരംഭിച്ച സംവിധാനം എറോനെറ്റ്. മേഘാലയയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് രേവതി മോഹിതെ ദേരെ. NH 544G കോറിഡോറിൽ 4 ഗിന്നസ് റെക്കോർഡുകൾ സ്ഥാപിച്ചത് ഏത് സ്ഥാപനമാണ്? NHAL. കാശ്മീരിൽ നടന്ന സൊഹാൻപോറ ഖനനത്തിൽ ഏതു മതവുമായി ബന്ധപ്പെട്ട പുരാതന അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത്? ബുദ്ധമത സ്തൂപങ്ങൾ. മെയ്റ്റി പരംശക്തി സൂപ്പർ കമ്പ്യൂട്ടിംഗ് സൗകര്യം ആരംഭിച്ചത് എവിടെയാണ്? IIT മദ്രാസ്. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി എവിടെയാണ്? ആറളം. കേരളത്തിൽ ഫയർ ആൻഡ് സേഫ്റ്റി സയൻസ് ബിരുദാനന്തര ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നത് അഞ്ചരക്കണ്ടി. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് EP രാജഗോപാൽ. സമാധാന പരിപാലനത്തിനുള്ള സംഭാവനകൾക്ക് 2025 UN സെക്രട്ടറി ജനറൽ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ആർമി ഓഫീസർ സ്വാതി ശാന്തകുമാർ. അടുത്തിടെ ഗ്രോക്കിന് വിലക്കേർപ്പെടുത്തിയ രാജ്യങ്ങൾ മലേഷ്യ, ഇന്തോനേഷ്യ. അടുത്തിടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസരഹിത ട്രാൻസിറ്റ് യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യം ജർമ്മനി. അടുത്തിടെ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് കണ്ടെത്തിയ ക്രിസ്റ്റേഷ്യ വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മജീവി ഹർപ്പക്കിറ്റോയിഡ് കോപ്പിപ്പോഡ്. അടുത്തിടെ വിട പറഞ്ഞ അസാമാന്യ ബുദ്ധിവൈഭവം കൊണ്ട് പ്രശസ്തമായ ജപ്പാനിലെ ചിമ്പാൻസി AI. 2026 ജനുവരിയിൽ മെറ്റയുടെ പ്രസിഡന്റും വൈസ് ചെയർമാനുമായി നിയമിതനായത് ഡിന പവൽ മക്കോർമിക്. അടുത്തിടെ അഫ്ഗാനിസ്ഥാൻ എംബസിയിൽ നിയമിതനായ താലിബാൻ നയതന്ത്ര പ്രതിനിധി മുഫ്തി നൂർ അഹമ്മദ് നൂർ. ദ ഔട്ട്സൈഡർ എ മെമ്മോയർ ഫോർ മിസ്ഫിറ്റ്സ് എന്ന ബുക്ക് എഴുതിയത് വീർദാസ്. ആന്ധ്രാപ്രദേശിൽ നിലവിൽ വരുന്ന 8ാമത് എയർപോർട്ട് ഏതാണ്? ദഗദർത്തി ഗ്രീൻഫീൽഡ് വിമാനത്താവളം. ഇന്ത്യയുടെ ആദ്യത്തെ സൗരോർജ്ജ സ്പൈ ഡ്രോൺ ഏത് സേനയുടെ ഭാഗമാണ്? ഇന്ത്യൻ സൈന്യത്തിൻ്റെ. അടുത്തിടെ ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷനിൽ അംഗമായ ഇന്ത്യൻ എയർലൈൻ ആകാശ എയർ. ബഹിരാകാശ യാത്രികരിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ഭൂമിയിലേക്ക് മടങ്ങുന്ന ബഹിരാകാശ ദൗത്യം ക്രൂ 11. സ്പാനിഷ് സൂപ്പർ കപ്പ് 2025-26 ജേതാക്കൾ ബാഴ്സലോണ FC. 2026 ജനുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഹോക്കി താരം ദേവീന്ദർ സിംഗ് ഗാർച്ച. NIA അഥവാ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ രാകേഷ് അഗർവാൾ. ഇന്ത്യൻ ബാങ്കുകളുടെ അസോസിയേഷൻ ബാങ്കിംഗ് ടെക്നോളജി അവാർഡുകളിൽ മികച്ച ഫിൻടെക് ആൻഡ് DPI അഡോപ്ഷൻ പദവി നേടിയ ബാങ്ക് കർണാടക ബാങ്ക്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ഡയറക്ടർ ജനറലായി നിയമിതനായ മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ്റെ പേര് ശത്രുജിത് സിംഗ് കപൂർ. ഇന്ത്യൻ ഒളിമ്പിക്സ് അക്കാദമി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? PT ഉഷ. 2026 പ്രേം നസീർ പുരസ്കാരത്തിന് അർഹനായത് പ്രിയദർശൻ. സുഗതകുമാരിയുടെ സ്മരണാർത്ഥം സോൾലൈറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ സുഗതകുമാരി സംസ്ഥാന പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൗത്യത്തെയും 2019 ചന്ദ്രയാൻ 2 പരാജയത്തിന് ശേഷമുള്ള ISROയുടെ തിരിച്ചുവരവിനെയും പ്രമേയമാക്കി നിർമ്മിക്കപ്പെട്ട പുതിയ വെബ് സീരീസ് സ്പേസ് ജെൻ ചന്ദ്രയാൻ. സാക്ഷരതാ മിഷൻ വഴി 12ാം ക്ലാസ് തുല്യതാ പരീക്ഷ പാസ്സായവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ കാർഷിക ഭക്ഷ്യ സംരംഭങ്ങളെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി ആരംഭിക്കുന്ന പുതിയ ബ്രാൻഡ് ഏത്? K ഇനം.
ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടത്തുന്ന സാമൂഹിക ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് 2026 ജനുവരിയിൽ നിയമം വിജ്ഞാപനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം കർണാടക. രാജ്യത്ത് ആദ്യമായി ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പോളിസി നയം പുറത്തിറക്കിയ സംസ്ഥാനം. ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് പോളിസി നയം പുറത്തിറക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ നദിയായി കണക്കാക്കപ്പെടുന്ന നദി ഹിന്ദ് നദി. 2025-26 വനിതാ ഹോക്കി ഇന്ത്യൻ ലീഗ് കിരീടം നേടിയത് ഡൽഹി SG പൈപ്പേഴ്സ്. 2026 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരങ്ങൾ വേദിയാകുന്നത് എവിടെയാണ്? സിംബാബ്വെ, നമീബിയ. 2026 ജനുവരിയിൽ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ G. രാജ്കുമാർ. 2026 ടൈലർ പ്രൈസ് നേടിയ ശാസ്ത്രജ്ഞ ടോബി കെയേഴ്സ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 18ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് S. ഹരീഷ്. 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദി തൃശൂർ. രാജ്യത്ത് ബ്ലോക്ക് ലൈൻ സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ. രാജ്യത്ത് ബ്ലോക്ക് ലൈൻ സംവിധാനം നടപ്പാക്കുന്ന ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് കേരള PSC ആണ്. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം നിലവിൽ വരുന്നത് കൊട്ടാരക്കര. വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2026 പുറത്തുവിട്ട നീതി ആയോഗിൻ്റെ ദ എക്സ്പേർട്ട് പ്രിപ്പയർഡ്നെസ് ഇൻഡെക്സ് 2024 പ്രകാരം വലിയ സംസ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് മഹാരാഷ്ട്ര. 2026 ജനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഒന്നാമതുള്ള രാജ്യം സിംഗപ്പൂർ. പൂനെ ഗ്രാൻഡ് ടൂർ 2026 ഗുഡ്വിൽ അംബാസഡർ മഹേന്ദ്ര സിംഗ് ധോണി. 2026 ജനുവരിയിൽ യമൻ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഷായ മൊഹസിൻ സിദ്ദാനി. 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ശാരദ. 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായത് ശാരദ. 2026 ലോകത്തിലെ ഏറ്റവും വലിയ AI ഫിലിം അവാർഡ് നേടിയത് സൗബിർ ജൽസി. 9ാമത് അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനം 2026 വേദി കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 78ാമത് ഇന്ത്യൻ ആർമി ദിനപരേഡ് നടന്നത് ജയ്പൂർ. 78ാമത് ഇന്ത്യൻ ആർമി ദിനപരേഡ് നടന്നത് ജയ്പൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ATM വാൻ അവതരിപ്പിച്ചത് ഏത് ബാങ്കാണ്? ത്രിപുര ഗ്രാമീൺ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ATM വാൻ അവതരിപ്പിച്ചത് ത്രിപുര ഗ്രാമീൺ ബാങ്ക്. 2025 സമാധാന നൊബേൽ ജേതാവായ മരിയ കൊറിന മച്ചഡോ തൻ്റെ നൊബേൽ മെഡൽ ആർക്കാണ് നൽകിയത്? ഡൊണാൾഡ് ട്രംപ്. G7 ക്രിട്ടിക്കൽ മിനറൽസ് മന്ത്രിതല യോഗത്തിൻ്റെ വേദി വാഷിംഗ്ടൺ DC. ഫിലിപ്പൈൻസിലെ മയോൺ അഗ്നിപർവ്വതത്തിന് സമീപം ലഹാർ ഭീഷണി ഉയർത്തുന്ന ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് ഏതാണ്? നൊക്കെയ്ൻ. മഹാരാഷ്ട്ര മന്ത്രിസഭ 4.775 കോടി രൂപയുടെ ഏത് നദീജല പദ്ധതിക്കാണ് അംഗീകാരം നൽകിയത്? ബൊംബ്ലെ നദീജല പദ്ധതി. ഗുജറാത്തിൽ മെഗാ കാർ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ച കമ്പനി ഏത്? മാരുതി സുസുക്കി. ഏഷ്യൻ ബോക്സിംഗ് കൗൺസിലിൽ അംഗമായ ഇന്ത്യൻ ബോക്സർ ആരാണ്? വിജേന്ദ്ര സിംഗ്. ഇന്ത്യൻ ജപ്പാൻ കോസ്റ്റൽ ഗാർഡുകൾ സംയുക്ത HNS പ്രതികരണ അഭ്യാസം നടത്തിയത് എവിടെയാണ്? മുംബൈ. ICICI ബാങ്കിൻ്റെ MDയും CEOയുമായി 2028 വരെ വീണ്ടും നിയമിതനായത് സന്ദീപ് ബക്ഷി. ഇന്ത്യൻ റെയിൽവേയുടെ പരമോന്നത ബഹുമതി ലഭിച്ചത് ആർക്കാണ്? ചന്ദന സിൻഹ. ലഡാക്കിൽ ആത്മീയ പുതുമയുടെ തുടക്കം കുറിക്കുന്ന ഉത്സവം സ്പിതുക് ഗസ്റ്റ്. 25 വർഷങ്ങൾക്ക് ശേഷം പഞ്ചായത്ത് എക്സ്റ്റൻഷൻ ആൻഡ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആക്ട് നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. ഉഗാണ്ടയിൽ 7ാം തവണയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് യോവേരി മുസേവനി. അരനൂറ്റാണ്ടിനു ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലെത്തിക്കുന്ന നാസയുടെ ദൗത്യമേതാണ്? ആർടെമിസ് 2. 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം നേടിയത് കണ്ണൂർ. KCBയിലെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളിലെ ക്രമക്കേട് കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ കമ്മീഷൻ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? പറന്നുയരാം കരുത്തോടെ. ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിൻ്റെ പ്രഥമ ഉച്ചകോടിക്ക് വേദിയാകുന്ന ഇന്ത്യൻ നഗരം മുംബൈ.
ഹരിയാനയിലെ കർണാലിലുള്ള നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത ഒരു കൃത്രിമ പശു ഇനം കരൺ ഫ്രൈസ്. 2024 ഇൻ്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ്റെ ഡയബറ്റിക്സ് അറ്റ്ലസ് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള രാജ്യമേത്? ചൈന. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായത്? ടി.വി. ചന്ദ്രൻ. കവി കെ. സച്ചിദാനന്ദൻ്റെ ആത്മകഥ ഏതാണ്? അവിരാമം. US പ്രഖ്യാപിച്ച സമാധാന ബോർഡിൻ്റെ സ്ഥാപക അംഗങ്ങൾ? മാർക്കോ റൂബ, ടോണി ബ്ലെയർ. 2026 ജനുവരിയിൽ റിസർവ് ബാങ്ക് റീജിയണൽ ഡയറക്ടറായി ചുമതലയേറ്റത്? പ്രവീൺ കുമാർ ബസന്ത രാമചന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിയ വ്യാപക പരിശോധനയ്ക്ക് നൽകിയ പേര്? ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. അടുത്തിടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ 22.20 കോടി രൂപ പിഴ ചുമത്തിയ ഇന്ത്യൻ എയർലൈൻ ഏത്? ഇൻഡിഗോ. ഇന്ത്യയിലെ ആദ്യത്തെ സോവറിൻ AI പാർക്ക് സ്ഥാപിതമായത്? തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഫ്യൂണിക്കുലാർ റെയിൽവേ തുറക്കുന്നത്? മഹാരാഷ്ട്ര. 2026 ഇൻ്റർനാഷണൽ ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെൻറ്റ് കോൺഫറൻസിന് ആതിഥേയം വഹിക്കുന്നത് എവിടെ? ഇന്ത്യ. കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്രമോദി. 2026 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ പ്രമേയമെന്ത്? വന്ദേമാതരത്തിന് 150 വർഷങ്ങൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ മാതൃകയിൽ ഹിന്ദി ഇതര ഭാഷകൾക്കായി പുരസ്കാരം ഏർപ്പെടുത്തുന്ന സംസ്ഥാനം? തമിഴ്നാട്.